അല്ല, ഞാൻ രാവിലെ 9:30 ഇവിടെ എത്തിയതാണ്. എനിക്ക് 50 എന്ന് പറഞ്ഞൊരു ടോക്കൺ നമ്പർ ലഭിക്കുകയും ചെയ്തു. എല്ലാവരെയും 60 ടോക്കൺ നമ്പറാണ് ആദ്യം കൊടുത്തത്. എല്ലാവരും അകത്തേക്ക് കയറി, ഞാൻ ഉൾപ്പെടെയുള്ളവർ അകത്ത് കയറിയിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നൽകുമെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മല്ലിയും ചെറുപയറും മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ അരി കുറച്ചിവിടെ വന്നിരിക്കുന്നുണ്ട്. ന്യായവില ഈ മാവേലി സ്റ്റോറുകളും സപ്ലൈകോകളിലും നടത്തേണ്ട ഒരു പരിപാടിയാണ് ഈ സ്ഥലത്ത് നടത്തുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ ചന്തകളും എല്ലാ സാധനങ്ങളും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ടാണ് ഉദ്ഘാടനം നടത്തുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഉദ്ഘാടനം നടത്തുന്നത്? കാരണം പൊതുവിപണിയിൽ ഇത്രയും വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഇത്തരം ഷോപ്പുകളെയാണ്. അവിടെ ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കാൻ, അത്യാവശ്യ സാധനങ്ങൾ പോലും ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാവേലി സ്റ്റോറിൽ ക്രിസ്മസ് ആയിട്ട് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ തൃശൂരിലെ സപ്ലൈകോ ചന്തയിലെത്തിയ വീട്ടമ്മയുടെ വാക്കുകളാണിത്. മല്ലി, ചെറുപയർ, അരി ഈ 3 ഇനം മാത്രമേ സബ്സിഡി റേറ്റിലുള്ളൂ. രാവിലെ മുതൽ ടോക്കൺ എടുത്ത് കാത്തുനിന്ന ജനങ്ങൾ ഇതോടെ പ്രതിഷേധിച്ചു. 13 ഇനം സബ്സിഡി സാധനങ്ങൾ പ്രതീക്ഷിച്ചെത്തിയവർക്ക് പകുതി പോലും കിട്ടിയില്ലെന്ന് മാത്രമല്ല, വണ്ടിക്കൂലി മുടക്കിയത് നഷ്ടം. തൃശൂർ മേയർ MK വർഗീസ്, MLA P ബാലചന്ദ്രൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിനെത്തിയതാണ്. കുറഞ്ഞ വിലയുടെ സാധനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരുവരും ചടങ്ങിന് പങ്കെടുക്കാതെ മടങ്ങി. സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ് പുറമെയുള്ളവർ. ഇതൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടല്ലേ വരുന്നത്. അതും പ്രതീക്ഷിച്ചിട്ടല്ലേ ഇവരൊക്കെ വരുന്നത്. ഇവിടെ വരുമ്പോൾ 2 ഐറ്റമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആർക്കായാലും തോന്നില്ലേ? അവർ അവിടെ വന്നു നിന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു. വെയിൽ കൊണ്ട് നിൽക്കല്ലേ ആൾക്കാർ. തെറ്റല്ല ചെയ്തത്, വലിയ തെറ്റ്. ചെറിയ തെറ്റെന്നല്ല, വലിയ തെറ്റാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതേസമയം നാളെ സാധനങ്ങൾ എത്തുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. നമ്മൾ ഉദ്ദേശിച്ച അത്രയും സബ്സിഡി സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 4 ഐറ്റം മാത്രമേ ഇവിടെ സബ്സിഡി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നോൺ മാബിലി ഐറ്റങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ഐറ്റത്തിനെല്ലാം നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് പർച്ചേസ് ഓർഡർ കൊടുത്തെങ്കിലും അത് ഇന്ന് എത്തും എന്ന് പറഞ്ഞെങ്കിലും എത്തിയിട്ടില്ല. അപ്പോൾ 23 ഇപ്പം ഹെഡ് ഓഫീസിൽ വിളിച്ചപ്പോൾ 23 നാളെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിങ്കളാഴ്ച ക്രിസ്മസ് ആണെന്നിരിക്കെ നാളെ എന്തു വിശ്വസിച്ച് വീണ്ടും വരുമെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. സബ്സിഡിയില്ലാത്ത സാധനങ്ങൾ ഒരുപാടുണ്ട് സപ്ലൈകോ ചന്തയിൽ. എന്നാൽ അതിനിവിടെ വരേണ്ടതുണ്ടോ എന്നാണ് മറ്റൊരു കാര്യം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.